കോഴിക്കോട് സുന്നത്ത് കർമ്മത്തിനായി അനസ്തേഷ്യ കൊടുക്കുന്നതിനിടെ കുഞ്ഞ് മരിച്ചു. 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. കോഴിക്കോട് കാക്കൂരിലെ കോപ്പറേറ്റീവ് ക്ലിനിക്കിലാണ് സംഭവം. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, 2 മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞാണ്. എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? എന്താണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, അങ്ങേറ്റം ദാരുണമായ സംഭവമാണ് കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ സുന്നത്ത് കർമ്മത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിന് മുന്നോടിയായി ലോക്കൽ അനസ്തേഷ്യ കുഞ്ഞിന് നൽകിയിരുന്നു. ഈ ലോക്കൽ അനസ്തേഷ്യയ്ക്ക് ശേഷം ഈ കുഞ്ഞിന്റെ ശ്വാസമുട്ടൽ വലിയ രീതിയിലുള്ള ഗുരുതരമാവുകയും ഒരു പീഡിയാട്രീഷ്യന്റെ സേവനം ആശുപത്രിയിൽ ലഭ്യമല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് കുഞ്ഞിനെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പിന്നീട് പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തു. എന്തായാലും ആശുപത്രിയിൽ നിന്നും നൽകിയ റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. കാക്കൂരിൽ തന്നെയുള്ള ഒരു കോപ്പറേറ്റീവ് ആശുപത്രി ക്ലിനിക് എന്ന ഒരു ചെറിയ ക്ലിനിക്കിലാണ് ഈ കുട്ടിയെ പ്രവേശിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ തുടർന്നുണ്ടായ ഒരു പിഴവുകൾ തന്നെ ആവാം ഒരു പക്ഷേ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന ഒരു വിലയിരുത്തലാണുള്ളത്. എന്തായാലും അത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിനുശേഷം കുട്ടിയുടെ മൃതദേഹം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. കുട്ടിയുടെ മാതാപിതാക്കളടക്കമുള്ളവർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ഇൻക്വസ്റ്റ് നടപടികളും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാവും. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിലാവും കൃത്യമായൊരു വിവരം എന്താണ് കുട്ടിയെ മരണത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യം എന്നതും ഈ നൽകിയ ലോക്കൽ അനസ്തേഷ്യയിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധന നടത്തും. എന്തായാലും സാധാരണഗതിയിൽ ഇത്ര പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല എന്നാണ് നമുക്ക് ഈ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാവുന്നത്. കുറച്ചുകൂടി മുതിർന്ന ശേഷമാണ് ഇത്തരം ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് കുട്ടിയെ വിധേയമാക്കുക. കാരണം ഈ ലോക്കൽ അനസ്തേഷ്യ നൽകുമ്പോൾ പോലും ഇത്തരം മരുന്നുകളോട് പോലും പ്രതികരിക്കാൻ പറ്റുന്ന ഒരു പ്രായം ഈ കുഞ്ഞിനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആവും ഒരുപക്ഷെ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ മാറിയതെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ വരും. ഒപ്പം കുടുംബത്തിന്റെ പ്രതികരണം എന്താണ് എന്നതും അല്പസമയത്തിനകം അറിയാൻ കഴിയും. ശ്രീജ. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. 2 മാസം പ്രായമുള്ള കുഞ്ഞിന് ഈ ചേലാകർമ്മം സുന്നത്ത് കർമ്മം ചെയ്യുന്നതിനിടെയാണ് അനസ്തേഷ്യ നൽകിയത്. അതിനിടയിലാണ് കുഞ്ഞ് മരിച്ചത്.